പേര് ബിനോജ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് വീട്. അതായത് മലപ്പുറത്ത് നിന്ന് നമ്മളെ ഒരു 8 കിലോമീറ്റർ ഇങ്ങോട്ട് വടക്കോട്ട് സഞ്ചരിച്ചാല് കാണും. ചട്ടിപ്പറമ്പ് എന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് എൻ്റെ വീട്. ഈ ഒരു മഹത്തായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഞാൻ എന്താ പറയാ, ഇപ്പൊ സാദക്കത്തുള്ള സാർ പറഞ്ഞ പോലെ തന്നെ പൂരപ്പറമ്പുകളിലും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ജിലേബി, അതായത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കോഴിക്കോട് ജില്ലയിലുണ്ടോ എനിക്കറിയില്ല, പക്ഷെ മലപ്പുറം ജില്ലയിലാണ് കൂടുതലായിട്ടും ആ ഒരു ശർക്കര മുട്ടായി ഞങ്ങൾ പറയല്, അത് കാണല്. എന്തായാലും 16 വർഷമായിട്ട് ആ ഒരു ജിലേബി കച്ചവടമായിരുന്നു ഞാനും എൻ്റെ ഏട്ടനും. ദേവദാസ് സാറ് പറയും 16 വർഷമായിട്ട് ഞങ്ങൾ ആ ചെയ്യുന്ന അവസരത്തിലാണ് എന്നെ എൻ്റെ ഏട്ടനായിട്ട് ദേവദാസ് സാറ് ഇങ്ങനൊരു അവസരം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അവസരം ഉണ്ട് പറയാൻ കാരണം, ഞങ്ങൾ എന്താ പറയുക, പൂരക്കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം കിട്ടും. മുട്ടായി കച്ചവടം മോശമുള്ള കച്ചവടം എന്നല്ല, നല്ല ലാഭമുള്ള കച്ചവടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളതിനെ കെട്ടിച്ചിട്ട് നിൽക്കണം. അത് സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് എന്താ ഒരു ടൈം ഫ്രീഡം ഇല്ല. അതുകൊണ്ട് തന്നെ ഏട്ടനോട് പറഞ്ഞത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന അവസരം ഉണ്ട്, എന്താന്ന് ചോദിച്ചു. ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു. സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു. അത് ഞാൻ മലപ്പുറം ഭാഷ പറഞ്ഞു, ഇജ്ജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മലപ്പുറം ഭാഷ അങ്ങനെയല്ലോ, ഇജ്ജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ, ഇതിന്റെ മുന്നേ ഞാൻ ഒരു കമ്പനി കൂടിയിട്ട് 10-15 പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ലാന്ന് പറഞ്ഞു. നമുക്കറിയാം, ചൂടുള്ളത്ത് ചേട്ട പൂച്ചക്ക് വരെ പച്ചളം കണ്ടാലും പേടിയാവും അല്ലേ. അതുകൊണ്ട് ഞാനില്ലാന്ന് പറഞ്ഞു. എന്തായാലും ഏട്ടൻ പതുക്കെ മുട്ടായി കച്ചവടം മാറിക്കാൻ തുടങ്ങി. പതുക്കെ മൂപ്പർ മീറ്റിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒറ്റക്കായി മുട്ടായി കച്ചവടം 1.5 കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് മുട്ടായി കച്ചവടം ചെയ്തു. 1.5 വർഷം പറമ്പുകളിലും അതുപോലെ ഫുട്പാത്തിലും ഒക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് മുട്ടായി കച്ചവടം ചെയ്തു. എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു 2-2.5 വർഷം മുന്നേ എനിക്ക് ഒരു പ്രശ്നം, അതായത് ഇയർ ബാലൻസിന്റെ പ്രശ്നം എന്ന് പറയും. തലമിന്നലായിരുന്നു. ഒരു രാത്രി കടന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ ആകെ തലമിന്ന. റൂം മൊത്തം കിടന്ന് മറിയുന്നുണ്ട്. മൊത്തം കിടന്ന് മറിയാം. അപ്പൊ ഞാൻ എന്താ പറ്റി, രാവിലെ ഞാൻ അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇയർ ബാലൻസിന്റെ പ്രശ്നമാണ്ട് 1 മാസത്തിന് മരുന്ന് എഴുതി. ഞാനത് വാങ്ങി കഴിച്ചു. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ സംഗതി തലമിന്നലൊക്കെ പോയിട്ടോ. തലമിന്നലൊക്കെ പോയി. പക്ഷെ വീണ്ടും 1-1.5 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു സംഭവം വീണ്ടും ഉണ്ടായി. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി. അയാൾ പറഞ്ഞെന്താ അറിയോ, ഈ ഗുളികനെ 2 മാസം അടുപ്പിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു. നമുക്ക് മാറണല്ലോ. അതുകൊണ്ട് ഞാനത് വാങ്ങി കഴിച്ചു. സംഗതി മാറി. പക്ഷെ വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ആ തലമിന്നലൊക്കെ വന്നു. പിന്നെ മേൽപോട്ട് നോക്കാനും വയ്യ, അടിയേക്ക് നോക്കാനും വയ്യ, ആകെ തലമിന്നല്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിനെ എതിർത്തൊരു വ്യക്തിയായിരുന്നു. ഏട്ടനോട് ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, ഇയർ ബാലൻസിന്റെ പ്രശ്നമാണ് പറയുന്നുണ്ട്, അതിനാൽ ഉൽപ്പന്നം ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. നുണ പറയില്ല കേട്ടോ, നുണ പറയില്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാനാണ് സത്യം. മുമ്പ് പോലെ ചാമ്പിനെ തൈലണ്ട് പറഞ്ഞു. അത് നെറുകിലിടാൻ പറഞ്ഞു. ഈ കണ്ണിന്റെ 2 അടിഭാഗത്ത്, അതുപോലെ ഈ ചെവിന്റെ ഈ 2 അടിഭാഗത്ത് തേക്കാൻ പറഞ്ഞു. നുണ പറയില്ല. ഒരാഴ്ച കൊണ്ട് 3 മാസം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത തലമിന്നല് ഇതിൽ ആ ചാമ്പി എന്ന് പറഞ്ഞ തൈലം ഉപയോഗിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് തലമിന്നല് പോയി. ഇന്നത്തെ ഈ നിമിഷം വരെ ഈ സംഭവം പിന്നെ ഉണ്ടായിട്ടില്ല. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പൊ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിച്ച്, ഏകദേശം വുമൺ കമ്പാനിയുടെ ഒഴികെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു കാരണമാണ് ഞാൻ അതിലേക്ക് വരാണ്ടായ മറ്റൊരു കാരണം, പ്രധാനപ്പെട്ട കാരണം. പിന്നെ മറ്റൊരു കാരണം എന്താന്ന് ചോദിച്ചാല് ഒരു അസൂയ എന്ന് തന്നെ പറയാം. എന്താ അറിയോ, ഇന്ന് എൻ്റെ 4 പെങ്ങന്മാരും ഒരു 2 ജ്യേഷ്ഠന്മാരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 4 പെങ്ങന്മാരും 2 ജ്യേഷ്ഠന്മാരും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേട്ടോ, ഞാൻ ഒരുപാട് മൈനസ് പറഞ്ഞു. ഇതിനെ എതിർത്ത വ്യക്തിയായിരുന്നു. ഒരുപാട് മൈനസ് എന്ന് പറഞ്ഞാൽ ഏട്ടത്തിലൊക്കെ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് പോവാ. അതായത് ഞങ്ങളിപ്പോ മൂപ്പര് ലുങ്കി മുണ്ടും ഒരു പാട്ടില്ലാത്ത ഷർട്ടും ഒക്കെ ഇട്ട് നടന്ന ആളായിരുന്നു. അദ്ദേഹം ഇതിലേക്ക് പറഞ്ഞ എന്താ പറയാ, ആ ടിപ്പിലാണ് പോകുന്നത്. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ പറയാ, പെങ്ങന്മാര് 2 ഏട്ടന്മാരും 4 പെങ്ങന്മാരും ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലെ മാറ്റാണ് സത്യത്തിൽ ഇതിലേക്ക് വരാണ്ട മറ്റൊരു കാരണം. ഞാൻ പറയട്ടെ, എനിക്ക് 2 കൊട്ടവണ്ടി ഉണ്ട്. കൊട്ടവണ്ടി ഞാൻ മലപ്പുറത്ത് വരാതെ ഓട്ടോറിക്ഷ, നമ്മളെ കൊട്ടവണ്ടി സാധനം ചട്ടിയും പാത്രവും പന്തലും മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് കച്ചവടത്തിന് പോവാം. ഏതെങ്കിലും ഒരു അങ്ങാടി കൊണ്ടുപോയിട്ട് അവിടെ സാധനമൊക്കെ ഇറക്കി
അവിടെയൊക്കെ പന്തലിട്ടിട്ട് കച്ചവടം മുട്ട കച്ചവടം തുടങ്ങും. ഞാനൊരു പണിക്കാരനുണ്ടാവും, രണ്ടുപേരുണ്ടാവുള്ളൂ. അങ്ങനെ തുടങ്ങി മുട്ടായി ചുട്ട് വൈകുന്നേരം ഒരു 10-10:30 ആകുമ്പോൾ അവിടെ പൊളിച്ചു പോരാ. എന്താ വീട് അണയുമ്പോൾ 12 1 മണിയൊക്കെ ആവും എല്ലാ ദിവസവും. നമ്മളെ ജോലി തന്നെയാണ്, പക്ഷെ എന്നാലും വീട്ടിലേക്ക് എത്താൻ 12 1 മണിയൊക്കെ ആവും രാത്രി. അങ്ങനെ എന്റെ സ്വന്തം ജോലി തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഏട്ടനെ പറഞ്ഞു ഈ അവസരം പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും 2 കൊട്ടവണ്ടി ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് 2-3 ബ്രാഞ്ചുകൾ ഇട്ട് ഞാൻ മുട്ടക്ക ചെയ്തിട്ടുണ്ടായിരുന്നു പൂരപ്പമ്പുകളിലൊക്കെ. അപ്പൊ ഏട്ടൻ ഈ അവസരം പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ട്. കാരണം ഇന്ത്യയും ഏട്ടന്റെ വീട് തൊട്ടടുത്താ, 10 സെന്റിൽ 2 വീടാണ്. ആ വീട്ടിൽ വെച്ച് മൂപ്പരത്തിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തലുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കൂടില്ല. ഒരുപാട് മൈനസ് പറഞ്ഞു, ഒരുപാട് കളിയാക്കിയിട്ടും കുറ്റപ്പെടുത്തും ഒക്കെ ഉണ്ട്. എന്റെ മാമന്റെ മക്കള് എല്ലാ സുന്ദര സാറ്, അതുപോലെ തന്നെ മിനി മാഡം ഒക്കെ ഞങ്ങളുടെ ടീമിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഇതിന് മുന്നേക്ക് വന്നിട്ട് തോന്നുന്നുണ്ട്. ആ മിനി മാഡം, അങ്ങനെ സുനിത മാഡം, പ്രീജ മാഡം, അവരൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നത്, അവരൊക്കെ ഒരുപാട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു തലമിന്നലിന്റെ രൂപത്തിലാണ് ഞാൻ ഈ ഇൻഡസ്ട്രി കടന്നു വന്നത്. പിന്നെ മറ്റൊരു അസൂയ, ഞാൻ പറഞ്ഞ അസൂയ, പെങ്ങന്മാരൊക്കെ ജീവിതത്തിലെ മാറ്റം. അതായത് ഞാൻ പറഞ്ഞു മിനിമേടം പറഞ്ഞിട്ടുണ്ടാവും. മിനിമേടം എന്ന് പറഞ്ഞൊരു വ്യക്തി തയ്യൽ മേഖലയ്ക്ക് ജോലിക്ക് പോയിരുന്ന ആളായിരുന്നു. കാരണം കമ്മീഷൻ വർക്കായി 5000 മുതൽ 8000 വരെ സംഖ്യ, അതായത് കമ്മീഷൻ വർക്കാണല്ലോ, ആ സംഖ്യ കിട്ടുള്ളൂ. ഇത് പെങ്ങൾക്ക് അവൾക്ക് 2 മക്കളാണ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവും. 2 പെൺകുട്ടികളാണ്. ഒരു മകൾക്ക് 13ാമത്തെ വയസ്സിൽ പീരിയഡ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിന് അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത സംഭവം നമ്മളിതിൽ കമ്പാനിയെ കുറിച്ച് മാറി, 1 മാസം കൊണ്ട് സംഗതി മാറി. ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല. അതുകൊണ്ട് അവളെ ബിസിനസ്സായി ഏറ്റെടുത്തു. പക്ഷെ അവളെ ഈ ബിസിനസ് ഏറ്റെടുത്തപ്പോൾ അവന്റെ അളിയനായില്ല ഷിബു സാർ ഒരുപാട് മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ അവളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വർക്കിന് പോകുന്ന സമയത്ത് ഏത് സമയത്താണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവള് കുറച്ച് ഒരു സന്ധ്യാസമയമായി കുറച്ച് വൈകി വന്നപ്പോ വീട്ടിലേക്ക് അളിയൻ ഒരു രാത്രി മുഴുവൻ അവളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം പിന്നെ അളിയതിലേക്ക് വരാണ്ടായ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്താ പറയാ വാർപ്പിന്റെ പണിക്കാരനായിരുന്നു, കോൺട്രാക്ടർ ആയിരുന്നു. ഇവള് മിനിമം ആഴ്ചയിൽ 1,20,000 ഒരു ആഴ്ചയിൽ വാങ്ങി കാണിച്ചു കൊടുത്തു. മൂപ്പര് ഒരു കൊല്ലം കുത്തി പറഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ആഴ്ചയിൽ വാങ്ങി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് മൂപ്പർക്ക് ബോധ്യപ്പെട്ടു ഇവരെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ അവരെ കുട്ടികളെ നോക്കുന്ന ആളായിട്ട് ഞാൻ മാറേണ്ടിയിരുന്നു മനസ്സിലായി. എന്തായാലും അദ്ദേഹം ഫുൾ ടൈം കരിയറായിട്ട് ബിസിനസ് വളരെ ശക്തമായി ഏറ്റെടുത്ത് ചെയ്യാണ്. അങ്ങനെ എന്താ പറയുക, അവരൊക്കെ ജീവിതത്തിൽ തന്നെ മാറ്റം. കാരണം അവരൊക്കെ ആ പെങ്ങള് മിനിമം സഞ്ചയിക്ക വണ്ടി പോലും ഒരു 8.5 ലക്ഷം വരുന്ന ടാറ്റ ടിയാഗോന്റെ ഫുൾ ഓപ്ഷനിലാണ്. 8.5 ലക്ഷം വരുന്ന ടാറ്റ ടിയാഗോന്റെ ഫുൾ ഓപ്ഷനിൽ മിനിമം സഞ്ചരിക്കുന്നു. അതുമാതിരി മറ്റൊരു ഏട്ടനാണ് സുന്ദരൻ സാർ എന്ന് പറയും. അദ്ദേഹമാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കാൻ അദ്ദേഹം വരേണ്ട കാരണം കേട്ടോ. മറ്റൊരു ഏട്ടനാണ്. കാരണം മാമന്റെ മോനാണ് സുന്ദരൻ എന്ന് പറയുന്നത്, കമ്പനിയിലെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ യാതൊരു ഉൽപ്പന്നങ്ങൾ ഒരുപാട് മൈനസ് പറഞ്ഞ ആളായിരുന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് മൂപ്പൻ എന്താ ഭാര്യന്റെ അടുത്ത് അതായത് വെൽഹാർട്ട്, ഡെയിലി ഡോസ്, 95 ഈ 3 സാധനങ്ങൾ ഭാര്യന്റെ അടുത്ത് കൊടുത്തു, ഇവിടെ വെച്ചു. ഇത് അവനോട് കഴിക്കാൻ പറയുന്നു പറഞ്ഞു. പൈസ വാങ്ങില്ല കേട്ടോ, കഴിക്കാൻ പറയുന്നു പറഞ്ഞു. ഞാൻ എന്തായാലും അത് മനസ്സോടെ നമ്മൾ കഴിച്ചിട്ടോ. 95 വെൽഹാർട്ട്, ഡെയിലി ഡോസ്, ഈ 3 സാധനം കഴിച്ചത്. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോണ്ടല്ലോ എനർജി ലെവൽ വേറെ. നമുക്കറിയാം, ഞാനൊക്കെ പൂരക്കച്ചവട സമയത്ത് ദിവസങ്ങളോളം ഉറക്കം ഒഴിക്കലുണ്ട്. 2 ദിവസം 3 ദിവസമൊക്കെ പൂരപ്പറമ്പുകൾ ഉറക്കമൊഴിക്ക് നിൽക്കലുണ്ട്. അത് ഭയങ്കര ക്ഷീണം കുഴക്കമൊക്കെ ആവും. പക്ഷെ ഈ 95 ഒരു 3-4 ഉള്ളിക്കാട് ചെന്നപ്പോണ്ടല്ലോ ഒരു 18കാരന്റെ ആരോഗ്യത്തിൽ വന്നു. ഈ 18കാരന്റെ ആരോഗ്യത്തിൽ തിരിച്ചു വന്നു. 100% കളവല്ല പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. രാവിലെ ഭഗവാന്റെ മുന്നിൽ നിന്നില്ല പറഞ്ഞത്, സത്യമാണ് പറയണത്. 18കാരന്റെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. പിന്നെ മാത്രമല്ല പൈസക്ക് അപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടോ. എന്തായാലും സുന്ദരൻ, ഞാൻ ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടില്ല അസോസിയേറ്റ് ചെയ്യാൻ. അതായത് ഇത് ബിസിനസ് ആണ്, നമ്മൾ ജോയിൻ ഫോം ഒക്കെ ബില്ല് ചെയ്യല്ലോ, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സുന്ദർ സാറോട് എൻ്റെ മൊബൈൽ വാട്സപ്പിൽ എൻ്റെ ആധാർ നമ്പറും പേരും അഡ്രസ്സൊക്കെ സുന്ദർ സാറിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടാണ് എൻ്റെ ID ക്രിയേറ്റ് ചെയ്തത്. അന്ന് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഏട്ടന്റെ കൂടെ തന്നെ, എന്റെ സ്വന്തം കൂടപ്പുറപ്പായ ഏട്ടന്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യണം, അവിടെ അടിക്കണം ID എന്നൊക്കെ ഞാൻ പറഞ്ഞു മുമ്പരോട്. എന്തായാലും അവിടെ തന്നെ ID അടിച്ചത്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അറിയോ, പണ്ട് ഞാൻ മുട്ടായി കച്ചവടം പോയിരുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ സാറേ? പണ്ട് ഞാൻ ജിലേബി കച്ചവടത്തിന് പോയ സമയത്ത് രാവിലെ 8 മണിക്ക് പോയി രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിൽ എത്താന്ന് പറഞ്ഞു. പക്ഷെ നാളൊരു കാലത്തേക്ക് പോകാൻ പറ്റാതെ വന്നാലേ
എന്റെ ഭാര്യ പോകൂല, അല്ലെങ്കിൽ മക്കൾ പോകൂല. എന്താ അറിയോ, അവർക്ക് ഈ പണി അറിയില്ല, മുട്ടായി ചൂടാൻ അറിയില്ല. മുട്ടായി ചൂടാൻ അവർക്ക് അറിയില്ല. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്ക് ഇന്ന് കമ്പനിയുടെ 4ാമത്തെ റാങ്ക് ZDC, അതായത് ഏകദേശം 1 കോടിക്കടുത്ത് ഞാൻ എന്റെ ടീം കച്ചവടം ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇന്ന് ഞാൻ ഈ നിമിഷം ഇല്ലാണ്ടായ പോലും എന്റെ കുടുംബം സേഫാണ്. എന്താ അറിയോ, ഇവിടെ നമുക്കറിയാം നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട് അല്ലേ. 3 തലമുറയ്ക്ക് കൈമാറാൻ പറ്റും, 3 തലമുറയ്ക്ക് കൈമാറാൻ പറ്റും, കൈമാറും എന്നുള്ളതാണ്. അതിനൊക്കെ ഉദാഹരണം നമ്മുടെ ടീമിൽ തന്നെ ഉണ്ട്, നമ്മളെ മൈലേശ്യം മാർക്കറ്റിന്റെ കമ്പനിയിൽ തന്നെ ഉണ്ട് അല്ലേ. നമുക്കറിയാം അശോകൻ സാർ അല്ലേ, അശോകൻ സാർ മരിച്ചിട്ട് വർഷങ്ങളായി. ഇന്ന് ഭാര്യയായ ഗീതാ മാഡം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അറിയോ, 20 ലക്ഷത്തിന് മുകളിലാണ് ഒരു മാസം വാങ്ങുന്നത്. ഒരു പെട്ടിക്കട പോയിട്ട് ഒരു മുട്ടുസൂചി പോലും വാങ്ങാൻ അറിയാത്ത വീട്ടമ്മന്ന് വീട്ടിൽ ഇരുന്നു കൊണ്ട് വാങ്ങുന്നത് 20 ലക്ഷത്തിന് മുകളിലാണ്. അതുമാതിരി നമുക്ക് നമ്മൾ ഷീജൻ സീതായാറ് അല്ലെ, അദ്ദേഹത്തിന്റെ ഭാര്യ യമുന മാഡം ലക്ഷങ്ങളാണ് മാസം വരുമാനം വാങ്ങുന്നത്. ഇത് സാധാരണക്കാരനായ ഒരാളോട് പറയുമ്പോൾ തള്ളനായിട്ട് തോന്നും. എന്താ പറയുക, ഈ ലക്ഷങ്ങളെ കണക്ക് പറയുമ്പോൾ ഇത് ഞാനും തള്ളനെ ആദ്യം കരുതിയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ടീമുകളുണ്ട്. എന്റെ ടീമിന്റെ പേര് ഞങ്ങളെ സൺ ഇന്റർനാഷണൽ എന്നാണ്. ഞങ്ങളുടെ ടീമിന്റെ ഗ്രേറ്റ് പവർ ഫൗണ്ടർ ലീഡർ MS പ്രസാദ് സാറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ആവേശം കേട്ടാണ് സത്യത്തിൽ ഞാനും ഇത് ഏറ്റെടുക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ വീട് ചെറിയൊരു വീടാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ സ്ലൈഡ് കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 3 കാറ് BMW, ബെൻസ്, ഇന്നോവ ക്രിസ്റ്റ, ഈ 3 കാറ് മൂപ്പർ മിറ്റത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഫസ്റ്റ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വെച്ചതല്ലാന്നും അവിടെ നേരിട്ട് പോയിട്ട് അവരെ കൂടെ അതിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനും അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ട് ബോധ്യപ്പെട്ട അനുസരിച്ചാണ് ഇന്ന് ഫുൾ ടൈം കരിയറായിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി കടന്നു വരുമ്പോൾ ഇതൊരു പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണ് അല്ലേ. പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണ്. നമ്മൾ എന്ന് പ്രോഗ്രാമുകൾ ഒഴിവാക്കണോ അന്ന് നമുക്ക് ഇത് സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഒരു പ്രോഗ്രാം ഇത്തരത്തിൽ ഓൺലൈൻ മീറ്റിംഗ് പോലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ ഓൺലൈൻ മീറ്റിംഗ് പോലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഈ മീറ്റിംഗിലുണ്ടോ അവരാണ് ഇതിലൂടെ സക്സസ് ആവുക, അവരാണ് ഇതിലൂടെ സക്സസ് ആവുക. ചില ആളുകൾ തുടക്കത്തിൽ കയറി വരും, പകുതിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി പോകും. അതല്ല, തുടക്കം മുതൽ അവസാനം വരെ ആരൊക്കെ മീറ്റിംഗിൽ ഉണ്ടാവണോ അവർ ഇതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ പറയാനുള്ളത്. എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെങ്ങളാണ് എന്നോട് പറഞ്ഞത്, ബിനോയ് ചേട്ടാ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വയനാട്ടില്, അതിൽ ബിനോയ് ചേട്ടൻ വരണം. അപ്പൊ ഞാൻ സത്യത്തില് തുടക്കത്തിൽ പാൻറ്റൊന്നും ഇല്ല കേട്ടോ, പാൻറ്റൊന്നും ഇടൂല. എന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു കുർത്തയും മുണ്ടുമാണ് എന്റെ വേഷം, ജുബ്ബ എന്ന് പറയും. ജുബ്ബയും മുണ്ടും എന്റെ വേഷം ഉണ്ടായത്. ഇങ്ങനത്തെ ഫുൾ സ്ലീവ് ഷർട്ടോ അല്ലെങ്കിൽ പാൻറ് ഇട്ടോ ഇന്നറ്റിക്കൊന്നും ഇല്ലെന്നും. അപ്പൊ മിനിമാണ് പറഞ്ഞ ബിനോയ് ചേട്ടാ വയനാട്ടിൽ വൈത്തിരി വെച്ചൊരു RTP എന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് 3000 രൂപ നമുക്ക് ഫീസ് ഉള്ളത്. അപ്പൊ അതിൽ ബിനോയ് ചേട്ടൻ ഒന്ന് പങ്കെടുക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പൈസ അല്ലെങ്കിൽ ഞാൻ അയച്ചുതരാൻ എന്നോട് വിനോദം പറഞ്ഞത്. എന്തായാലും ഞാൻ ആ പൈസ ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. ഞാൻ ആ പൈസ കൊടുത്ത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. വൈത്തിരി നമ്മളെ ഹോളിഡേ റിസോർട്ടിൽ വെച്ചിരുന്ന പ്രോഗ്രാം RTP എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് ആ ഒരു പ്രോഗ്രാമാണ്. കാരണം അവിടെ ആ പ്രോഗ്രാം 2 ദിവസം താമസിച്ചില്ല. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇന്ന് ഞാൻ ചെയ്യുന്ന കച്ചവടം ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന്. കാരണം അറിയോ, ഇന്ന് മുട്ടായി കച്ചവടം ചെയ്തിട്ട് കോടീശ്വരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മുട്ടായി കച്ചവടം ചെയ്തിട്ട് കോടീശ്വരനായ ആളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആ മേഖല നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ മേഖല, നമ്മൾ ഏത് മേഖലയാണ് നിൽക്കുന്നത് ആ മേഖല വിജയിച്ച ആളുകളുണ്ടോ നോക്കിയാൽ മതി. നമ്മൾ നിൽക്കുന്ന മേഖല വിജയിച്ച ഒരാളുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ മുട്ടായി കച്ചവടം, എന്നെ മുട്ടായി കച്ചവടം പഠിപ്പിച്ച ആള് അന്നത്തെക്കാട്ടും കഷ്ടകാലത്തിൽ ഇന്ന് നിൽക്കണം മൂപ്പര്. അപ്പൊ പിന്നെ ആ മേഖല നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ആ റെസിഡൻഷ്യൽ RTP എന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതോടുകൂടി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പിന്നെ ഞാൻ മുട്ടായി കച്ചവടം പോയിട്ടില്ല. കംപ്ലീറ്റ് മുട്ടായി കച്ചവടം ഒഴിവാക്കി ഇനി ഫുൾ ടൈം കരിയറായിട്ട് ഭാര്യയും വിത്ത് ഫാമിലി ആണ് ഈ ബിസിനസ് ചെയ്യുന്നത്. വിത്ത് ഫാമിലി ഞാനും ഭാര്യയും ഇന്ന് ഭാര്യ കമ്പനിന്റെ ഫസ്റ്റ് റാങ്ക് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ആ ഐഡി ഫോക്കസ് ചെയ്യണില്ല, അത് പതുക്കെ പതുക്കെ ഞാൻ വന്നതാണ്. എന്തായാലും ഇന്ന് കമ്പനിന്റെ ഫസ്റ്റ് റാങ്ക് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് വിത്ത് ഫാമിലി ഞങ്ങൾ ജീവിതം ആസ്വദിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ജീവിതം ആസ്വദിച്ചിട്ട് നമുക്കറിയാൻ പറഞ്ഞു, പണ്ട് മുട്ടായി കച്ചവടം പോയ സമയത്ത് ഭാര്യ എന്റെ കൂടെ പോരൂലേന്നു. ഇന്ന് ജീവിതം ആസ്വദിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ പെങ്ങന്മാരെയും പറഞ്ഞില്ലേ 8 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെ കാറിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഏറെ കേട്ട സുന്ദര സാറ് സഞ്ചരിക്കും ഗ്രാൻഡ് ഐറ്റനിലാണ്. ഗ്രാൻഡ് ഐറ്റനിലാണ് നമ്മളെ മാമന്റെ മോനാണ് സുന്ദരൻ സാറ്. അദ്ദേഹം സഞ്ചരിക്കുന്നത് ഗ്രാൻഡ് ഐറ്റൻ സഞ്ചരിക്കുന്നു.
മറ്റൊരു പെങ്ങള് സുനിതാ മാഡം എന്ന് പറയും. എന്താ പറയുക, തൊഴിലുറപ്പുകാരിയായിരുന്നു. 275 രൂപയ്ക്ക് തൊഴിലുറപ്പിന് പോയിരുന്ന ആള് സ്വന്തം പേര് പോലും കൂട്ടി എഴുതാനല്ല, പേര് സുനിത കൂട്ടി എഴുതാനത്ര ആള് ഇനി ഇതുവരെ കടന്നു വന്നിട്ട് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററാണ്. അതായത് 2.5 കോടിക്ക് മേലെ ഇന്ന് കച്ചവടം ചെയ്തു കഴിഞ്ഞു. അവരുടെയൊക്കെ ജീവിതത്തിന്റെ മാറ്റം. അപ്പൊ മറ്റൊരു പെങ്ങള് പറഞ്ഞു ടാറ്റ യോഗന്റെ പ്രൊഡക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ഏട്ടൻ സ്വന്തം കൂടപ്പുറപ്പായി ദേവദാസ് സാറ്, അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കടങ്ങളൊക്കെ വീട്ടി നല്ല ലെവലിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റം ആണ് ഇതിലേക്ക് വരാണ്ട കാരണം. എന്തായാലും ഇതിലേക്ക് വരാണ്ട മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ എന്റെ ഏട്ടനോട് ഞങ്ങൾ കൂടപ്പുറപ്പുകളാണ്, 16 വർഷം മുട്ടായി കച്ചവടമാണ്. ഈ മുട്ടായി കച്ചവടത്തിൽ വരുന്നതിന് മുന്നേ ഞങ്ങളെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഹോട്ടലായിരുന്നു. അതായത് സിൽമാളിന്റെ ഞങ്ങൾ ക്യാൻറ്റീൻ നടത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ കച്ചവടക്കാരാണ്. ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. ചട്ടിപ്പറമ്പ് ടൗണിൽ തന്നെ ഞങ്ങൾ ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. സിൽമാളിന്റെ ക്യാൻറ്റീൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏട്ടനോട് പറഞ്ഞത് എന്താ പറയാ, രക്ഷപ്പെടാൻ പറ്റിയ അവസരം എന്ന് പറഞ്ഞു. ആ ജേട്ടനെ ഇന്ന് കമ്പനി സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററാണ്. ഇന്ന് കമ്പനി സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററാണ് അദ്ദേഹം. അവരൊക്കെ ജീവിതത്തിലെ മാറ്റം സത്യത്തിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ കാരണം അതാണ്. എന്തായാലും അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല ഏത് ഈ സോപ്പും പേസ്റ്റും വെക്കുന്ന പരിപാടി. അപ്പൊ മൂപ്പർ അപ്ലൈൻ ലീഡർ നമുക്കറിയാവുന്ന വയനാട്ടുകാരൻ ഷിനോദ് കോളേരി എന്ന് പറയും. ഒരുപക്ഷെ തന്നെ കമ്പനി നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അറിയണ്ടാവും, ഷിനോദ് കോളേരി എന്ന് പറയും. അദ്ദേഹത്തിനും കൂട്ടി ഒരു ദിവസം വീട്ടിൽ വന്ന് ഞാൻ ഈ ഏട്ടൻ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കൊട്ടവണ്ടി ചട്ടി മാത്രം കയറ്റി കച്ചവടത്തിന് പോകാൻ വേണ്ടി നിൽക്കുക, പൂര കച്ചവടത്തിന്, ഏത് ഉത്സവ കച്ചവടത്തിന് പോകാൻ വേണ്ടി നിൽക്കുക. ആ സമയത്താണ് അദ്ദേഹത്തിന് കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വന്നത്. ഞാൻ വണ്ടി പോകാൻ നിൽക്കുക. ആ സമയത്ത് കൊലാമയിരുന്ന് മൂപ്പർ പറഞ്ഞു, സാറേ ഇത് ബിസിനസ് ആണ്, ഇന്ന് ലോകത്ത് വിജയിച്ച ആള് കച്ചവടം ചെയ്തവരാണ്. അന്നാണ് കൂലിപ്പണിക്കും അല്ലെങ്കിൽ മറ്റേ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടും ഓട്ടോ ഓടിക്കാൻ പോയിട്ടും തെങ്ങുമ്മ കയറാൻ പോയിട്ടും ആരും സക്സസ് ആയിട്ടില്ല. അന്നാണ് ജീവിച്ചു പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ഇന്ന് ലോകത്ത് വിജയിച്ച ആളുകൾ കച്ചവടം ചെയ്തവരാണ്, സാർ ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അന്ന് സിനോദ് കോളേരി ആഴ്ച വരുമാനം 46,000 രൂപ വാങ്ങിയിട്ടുണ്ട്. 2,16,000 രൂപ ആഴ്ച കിട്ടുന്നൊക്കെ എന്നോട് പറഞ്ഞത്. സാധാരണക്കാരായ എന്നെ സംബന്ധിച്ച് ഈ 2,16,000 എന്ന് പറഞ്ഞപ്പോ തള്ളലായിട്ട് തോന്നിയിട്ട് സത്യത്തിൽ. ഈ സോപ്പും പേസ്റ്റും വെച്ചിട്ട് ആഴ്ചയിൽ 2,16,000 വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു സാധാരണക്കാരനോട് പറഞ്ഞ വിശ്വസിക്കൂല. ഞാനും വിശ്വസിച്ചില്ല, ഫസ്റ്റ് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ സംബന്ധിച്ച തള്ളലായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പോയി പണയൊക്കെ പറഞ്ഞു, നിങ്ങളിപ്പോ ഈ ആഴ്ചയിൽ 46,000 വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയനാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് മലപ്പുറത്തേക്ക് വരണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മലപ്പുറത്തേക്ക് വരണം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഷിനോദ് സാർ വാങ്ങിച്ച വരുമാനം ആഴ്ച വരുമാനം 2,16,000 റുപ്യാണ്. ഇന്ന് 2,16,000 മൂപ്പർ വാങ്ങി കഴിഞ്ഞു. മാത്രല്ല അന്ന് ഞാൻ ജസ്റ്റ് ഒരു ജോയിനിങ് ഫോം ഫില്ല് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ അതുപോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടക്കാൻ കൂട്ടാക്കിയില്ല. ഒരു ജോയിൻ ഫോം പോലും ഞാൻ ഫില്ല് ചെയ്തില്ല. എന്തായാലും അന്ന് എന്റെ വിചാരം ഞാൻ ചെയ്യുന്ന ജോലിയാണ് വലുതെന്നാ. ഞാൻ ചെയ്യുന്ന ജോലിയാണ് വലുതെന്ന് എന്റെ വിചാരം. അതുകൊണ്ട് തിരിച്ചറിവുണ്ടായി ആ RTP പ്രോഗ്രാമിന്ന്. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ടീമിൽ തന്നെ മൈലേഷ്യ മാർക്കറ്റ് എന്ന പേര് ഫാമിലിയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ടീമുകളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ടീമുകളുണ്ട്. നമ്മളിൽ ഞാനുണ്ട് അല്ലേ. എല്ലാവർക്കും അവരുടേതായ ടീമുകളുണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾ ടീമിന്റെ സൺ ഇന്റർനാഷണൽ പറഞ്ഞു ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തന്നെ. മുഹമ്മദ് സാദ് കഴിഞ്ഞ GTS പ്രോഗ്രാമിൽ മലപ്പുറത്ത് ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞ് ഇറങ്ങിയപ്പോ ഉമ്മർ സാറിന് മൊബൈലായിട്ട് വരുന്നു. അപ്പൊ എന്താ ചോദിച്ചപ്പോ നമ്പർ വേണമെന്ന് പറഞ്ഞു. ഉമ്മർ സാദിഖത്തലിന്റെ സാറിന്റെ ഉപ്പയാണ് അല്ലേ. എന്തായാലും ഉമ്മർ സാറിനോട് പറഞ്ഞത് സാറ് നമ്പറൊന്ന് വേണം. അപ്പൊ എന്തിനാന്നൊക്കെ അറിയില്ലായിരുന്നു സത്യത്തില്. പിന്നെ വിളിക്കണം സാറെ നമ്മളെ ടീമിൽ ഗസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. നമുക്കിവിടെ എന്താ പറയുക, സാറ് നമ്മൾ ഈ ടീമിലുണ്ട്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ആര് വിജയിച്ചാലും നമുക്ക് ഇവിടെ ഗുണമാണ്. ആര് വിജയിച്ചാലും ഗുണം. ഇവിടെ ഏത് ടീമാണെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അവരുടെ ടീമുണ്ട്. എങ്കിലും നമുക്ക് ആര് വിജയിച്ചാലും നമുക്ക് ഇവിടെ പ്രയോജനം ചെയ്യും. നമുക്ക് എന്താ പറയുക, ഒരു പരിധി വരെ നമുക്ക് നോക്കണ്ടുള്ളൂ. NTC റാങ്ക് കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ നടക്കുന്ന കച്ചവടത്തിന്റെ നിശ്ചിത ശതമാനം നമുക്ക് കിട്ടും അല്ലെ. അതേമാതിരി ഈ ഒരു മലേഷ്യ മാർക്കറ്റിംഗ് ചെയ്തിട്ട് പരാജയപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മൾ പോസിറ്റീവ് ആക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ടീമുകളും, ഇനി ഏത് ടീം ആയിക്കോട്ടെ, അമാതിരി ഏത് ടീമിന്റെ പ്രോഗ്രാം ഉണ്ടോ നമുക്ക് അവിടെ പങ്കെടുക്കാം. ഇപ്പൊ ഞാനായിക്കോട്ടെ, ഏതൊരു പ്രോഗ്രാം ഉണ്ടോ ഞാൻ അവിടെ എത്തലുണ്ട്. നമുക്കറിയാം തിരൂരായിക്കോട്ടെ, നമ്മുടെ ടീം നടത്തുന്ന പ്രോഗ്രാം അല്ല, ടീം എല്ലാവരും ഒരുമിച്ച് നടന്ന പ്രോഗ്രാമാണ്. ഞാൻ ആ ടീമിക്ക് പോകലുണ്ട്. അവർ കൊപ്പത്തായിക്കോട്ടെ, വണ്ടൂരായിക്കോട്ടെ, എല്ലാ മീറ്റിങ്ങുകളും മാക്സിമം ഞാൻ പങ്കെടുക്കലുണ്ട്.
കാരണം ഇവിടെ വിജയിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, പ്രോഗ്രാമുകൾ. ഒറ്റ പ്രോഗ്രാം നമ്മൾ ഒഴിവാക്കരുത്. ഒറ്റ പ്രോഗ്രാം ഒഴിവാക്കരുത്. ലീഡർമാർ ഫോൺ വിളിച്ചിരുന്ന ഫോൺ എടുക്കുക, അറ്റൻഡ് ചെയ്യുക. ഇന്ന് നമ്മൾ ലീഡർമാർ ഒരുപാട് എതിർത്ത് അല്ലെങ്കിൽ കളിയാക്കും, അല്ലെങ്കിൽ നമുക്ക് ശല്യക്കാരനായി മാറിയിട്ടുണ്ടാവും. പക്ഷെ നാളെ ഒരു കാലത്ത് അവരെ നമ്മൾ പൂജിക്കും. എന്താ പറയുക, ദൈവത്തിന് തുല്യാണ് നമ്മളെ അപ്ലൈൻ ലീഡർ. അതുകൊണ്ട് എല്ലാ മാക്സിമം പ്രോഗ്രാമുകൾ നിങ്ങൾ ഒഴിവാക്കരുത്. GTS പ്രോഗ്രാമുകൾ, FSS, ATP, LTP, RTP പോലത്തെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യൂ. നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 100% ഉറപ്പാണ്. പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പോംവഴി വിടില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാനടക്കം മനസ്സായി നിൽക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ അവിടുന്ന് ചാർജ് ആവും. നമ്മളെ ചാർജിങ് പോയിന്റ് ആണ് എവിടെ? നമ്മളെ ഈ GTS സെന്റർ ചാർജിങ് പോയിന്റ് ആണ്. GTS സെന്റർ നമുക്കറിയാം. മൊബൈൽ ചാർജ് ഇല്ലെങ്കിൽ വല്ലതും പറ്റുമോ? മൊബൈൽ ചാർജ് ഇല്ലെങ്കിൽ എന്തിനും പറ്റൂല. നമുക്ക് നമ്മളെ ചാർജ് എങ്ങനെ GTS സെന്റർ അല്ലെങ്കിൽ പ്രോഗ്രാം സെന്ററിൽ പോകണം. അവിടുന്ന് നമുക്ക് ഏത് ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ. പല ആളുകളും ഈ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് കടമാണ് അല്ലെങ്കിൽ കല്ലാണ്, അവിടെ പൈസ ഇവിടെ പൈസ എന്നൊക്കെ പറയും. നമ്മൾ കടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ലക്ഷങ്ങൾ കട ഉണ്ടാവും. കാരണം നമ്മളെ കൂടെ മുന്നേ കടന്നു വന്ന ആൾക്കൊക്കെ കട ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഷിനോദ് കോളേജിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിലേക്ക് കടന്നു തന്നെ 19 ലക്ഷം റുപ്യ കട ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രേഡിൽ MS പ്രസാർ ഇതിലേക്ക് കടന്നു വന്നത് 10-40 റുപ്യ കടം നിൽക്കണ നേരെ അത് കടന്നു വന്നത്. എല്ലാവരും കട ഉണ്ടായിരുന്നു. ആ കടം തിന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. ഇവിടെ പൈസ ഇല്ലെങ്കിൽ, പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണം. പൈസ ഇല്ലെങ്കിൽ പൈസ എന്തെങ്കിലും തിരുമാറി ചെയ്തിട്ട് ബിസിനസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാലോ, നമ്മളെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. മനുഷ്യരാശി ഉള്ളിടത്തോളം നമ്മൾ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്, അല്ലെ? മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമ്മളെ ആയുർവേദ വെൽനസ് ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. മാത്രമല്ല നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടീമിനെ വിശ്വസിക്കുക, കമ്പനിയെ വിശ്വസിക്കുക, ഉൽപ്പന്നങ്ങളെ വിശ്വസിക്കുക, അപ്ലൈൻ ഡീലറിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലാതെ നമ്മൾ ഈ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. 99% വിശ്വസിച്ചിട്ട് കാര്യമില്ല. 99% നമ്മളെ ഇൻഡസ്ട്രിയിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. 100% നിങ്ങൾ വിശ്വസിച്ചിട്ട് ഈ ടീമിന്റെ കൂടെ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണോ? ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ 100% ഉറപ്പാണ് നമ്മുടെ ജീവിതം സക്സസ് ആവും. നമ്മൾ 3 തലമുറ രക്ഷപ്പെടുന്നതാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു വെൽനസ് ഉൽപ്പന്നം നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമാണ്. ഇത്രയും കാലം നമ്മൾ പല്ല് തേച്ചു, നിലം തുറച്ചു, കക്കൂസ് കഴിയും, ഒരുപാട് മരുന്നുകൾ കുടിച്ചു, അല്ലേ? നമുക്ക് വരുമാനം കിട്ടിയിട്ടില്ല. നമ്മൾ തൊട്ടടുത്ത കടയിൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു 1010 റുപ്യക്ക് വാങ്ങി കൂട്ടിക്കോളി. നമ്മൾ 1000 രൂപ കൊടുത്താൽ 10 രൂപ അടുത്ത പേജിൽ എഴുതിയേക്കും. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളത് വാങ്ങിയെടുക്കും, ഇല്ലേ? ഇവിടെ നമ്മളെ കമ്പനി 1000 റുപ്യ സാധനം വാങ്ങാൻ കമ്പനി 750 രൂപ ബിസിനസ് ക്വാളിറ്റി അവിടെ രേഖപ്പെടുത്തി വെക്കും. 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ 750 രൂപ ബിസിനസ് ക്വാളിറ്റി അവിടെ രേഖപ്പെടുത്തി വെക്കും. അതിന്റെ 12% 1:1 രൂപ തിരിച്ച് അക്കൗണ്ട് വരുമാനം കിട്ടും. സ്വന്തം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ പോലും ഇവിടെ വരുമാനം കിട്ടുന്നില്ല. അങ്ങനെ മഹത്തരമായ ഒരു അവസരം, അത് നെഞ്ചോടെ ഏറ്റെടുത്ത് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മളെ ഗ്രേറ്റ് സിനോദ് സാർ ഇതേക്ക് വരുന്ന സമയത്ത് 46 വരുമാനം വാങ്ങുന്നുണ്ട്. ഇന്ന് പണ്ട് ഞാൻ മുട്ടക്കച്ചവടം പോയി നിൽക്കി വരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. വരുമാനം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ ജീവിതം ആസ്വദിക്കാൻ പറ്റിയിരുന്നു. ഇവിടെ നിന്ന് എനിക്കൊരു പുതിയ കുപ്പായം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഒരു ഓണം അല്ലെങ്കിൽ വിഷു ഒക്കെ വരണം. ഒരു ഓണം അല്ലെങ്കിൽ വിഷു വരണമെങ്കിൽ പുതിയ കുപ്പായം കിട്ടണമെങ്കിൽ. ഇപ്പോഴല്ലേ പണ്ടത്തെ കാര്യം പറഞ്ഞേ, ബിസിനസ് വരുന്നതിന് മുന്നേ. ഇന്നിപ്പോ ഇതിലേക്ക് വന്ന് ഓരോ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഡ്രസ്സുകൾ മാറുന്ന രൂപത്തിലേക്ക്, മൈൻഡ് സെറ്റിലേക്ക് മാറി. ഇന്നൊരു ബിസിനസ്സുകാരന്റെ ലുക്കിലേക്ക് എനിക്ക് മാറാൻ പറ്റി. അത് ഇന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ടാണ്. ഒരു പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് പോലും ഒരു പക്ഷെ ഇന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ടാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. കാരണം ഒരു 10 ആളുകളോട് അഭിമുഖീകരിച്ച് വർത്താനം പറയാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഇതൊന്നുമല്ല. നമുക്ക് കൈമുട്ടും കാലുമുട്ടൊക്കെ വറക്കും. ഇന്ന് ഇതിലേക്ക് അവിടുന്ന് 100 കണക്കിന് ആളുകൾ മുന്നിൽ വെച്ച് ഇതേപോലെ സംസാരിക്കാൻ ഒരു വേർഡില്ല. അത് ആ രൂപത്തിലേക്ക് മാറ്റിയത് ഈ മൈലേഷ്യ മാർക്കറ്റ് എന്ന കമ്പനിയാണ്. എന്തായാലും ഇന്ന് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ കുപ്പായങ്ങൾ, ഡ്രസ്സുകൾ, അതും ബ്രാൻഡഡ് കുപ്പായങ്ങളിലേക്ക് മാറാൻ പറ്റി. പണ്ട് ഞാൻ പറഞ്ഞ പെങ്ങന്മാരും ഏട്ടന്മാരൊക്കെ 10 ലക്ഷത്തിന്റെയും 8 ലക്ഷത്തിനും വണ്ടിലാണ് സഞ്ചരിക്കണത്. അവര് തേങ്ങ നമ്മൾ ചേട്ടൻ ചേർക്കണ്ടേ? കഴിഞ്ഞ ഒക്ടോബർ 10 ഞാനും ഒരു കാർ എടുത്തു. ഒരു കാർ എടുക്കാന്ന് വലിയ സംഭവം ഒന്നും കേട്ടോ. കാറൊക്കെ ആർക്കും കൊടുക്കുക, കാറൊക്കെ ഏത് പൊട്ടനും കൊടുക്കാം, കാർ എടുക്കാം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാ പണി.
അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പണി. കഴിഞ്ഞ ആഴ്ച അതിന് ഞാൻ 20,000 രൂപയ്ക്ക് ചെലവാക്കേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ച 20,000 രൂപ വണ്ടിക്ക് ചെലവാക്കാം. കാരണം മേജർ സർവീസ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 19,000 സംതിങ് ഇപ്പോൾ വണ്ടിക്കായി. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പണി. ഇന്നലെ ഞാൻ ആ വണ്ടിയിട്ട് ഞാൻ മണ്ണാർക്കാട് അതുമാതിരി വളാഞ്ചേരി കമ്പനി ഒരുപാട് 100-200 കിലോമീറ്ററിനാണ് സഞ്ചരിച്ചു ഞാൻ കാറായിട്ട് വർക്കുമായി ബന്ധപ്പെട്ട് കേട്ടോ. 1,300 രൂപ എണ്ണ ഒക്കെ അടിച്ചു. പക്ഷെ നമുക്ക് വണ്ടി വാങ്ങാനല്ല പണി, അത് വാങ്ങാനല്ല പണി, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പണി. വാങ്ങാൻ നമുക്ക് ആർക്കും വണ്ടി കിട്ടും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റൂല. എന്നുവെച്ചാല് ഇപ്പൊ വരുമാനം കാര്യമൊക്കെ കുറവാകും. തുടക്കത്തിൽ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ കേട്ടോ നന്നായിട്ട് വരുമാനം കിട്ടും. എന്ത് വേണം? നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാം. റീറ്റെയിൽ ചെയ്താൽ നമുക്ക് 1000 വേണോ 2000 വേണോ എത്ര വേണോ നമുക്ക് അത് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. എത്ര വേണോ നമുക്ക് അത് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഒരു കവചപ്രാസം വിറ്റ 450 ഉൾപ്പെട്ടു. ഒരു കവചപ്രാസം വിറ്റ 450 ഉൾപ്പെട്ടു. ഒരു 95 വിറ്റ 855 ഉൾപ്പെട്ടു. ഒരു 95 MRP കൊടുക്കുകയാണെങ്കിൽ 855 രൂപ ലാഭം കിട്ടും. ഓരോ സാധനത്തിനും ഒരു പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് 51 രൂപ ലാഭം ഉണ്ട് അല്ലേ? ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ദിവസം ഉണ്ടാക്കണമെങ്കിൽ ഒരു പണിയില്ല. കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട് ആണ് പോയാൽ മതി. അതായത് ഇത് നമുക്ക് എല്ലാം ചിന്തിക്കണം, വീട് വീടാന്തരം കയറണേ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? വീട് വീടാന്തരം കയറേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നമ്മളെ മൊബൈലിൽ എത്ര ഫോൺ നമ്പർ ഉണ്ട്? 100, 400, 500, ചില മൊബൈലൊക്കെ 1000 നമ്പറുകളൊക്കെ ഉണ്ടാവും. ആ നമ്പർ ഒരുപാട് ആളുകൾക്ക് ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ, പല്ലുവേനുള്ള ആളുകൾ ഉണ്ടാവും, ഊരവേനുള്ള ആളുകൾ ഉണ്ടാവും. പല്ലിയൊക്കെ എത്താറില്ലല്ലോ. നമ്മള് ഉൽപ്പന്നങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് പോയിട്ട് കൊടുത്താൽ ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഒറ്റ 95 വിറ്റാൽ കിട്ടുക 850 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തുടക്കത്തിൽ നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. തുടക്കത്തെ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നന്നായിട്ട് റീറ്റെയിൽ ചെയ്യണം. പിന്നെ റിക്രൂട്ട്മെന്റിലെ നമുക്ക് വരുമാനം കിട്ടും. പക്ഷെ കാലാകാലത്ത് റീറ്റെയിൽ വെക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. കാലാകാലം നമുക്ക് ഇതിൽ ബിസിനസ്സിൽ റീറ്റെയിൽ ഒന്ന് നടക്കുന്ന പരിപാടി അല്ലത്. നമുക്കൊരു പാസീവ് ഇൻകം, അതായത് നമ്മൾ കടന്നുറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് അക്കൗണ്ടിൽ വരുമാനം വരണം. ആ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വരുമാനം നമ്മൾ നോക്കണ്ട. ഞാൻ പറഞ്ഞു ഇന്ന് ആഴ്ചയിൽ 15,000, 20,000 ഒക്കെ വരുമാനം വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ആഴ്ചയിൽ. പക്ഷെ അതൊന്നും നമ്മൾ വരുമാനമായിട്ട് കാണില്ല കേട്ടോ. അത് വെറും പോക്കറ്റ് മണി, വെറും പോക്കറ്റ് മണി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് നമുക്ക് വണ്ടിയൊക്കെ എണ്ണടിക്കാനും പ്രോഗ്രാമിന് പോകാനുള്ള പൈസ. പക്ഷെ ഇവിടെ വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റും. അതായത് കോടികൾ മാസം വരുമാനം വാങ്ങാൻ പറ്റുന്ന അവസരത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഗ്രേറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ്, നമുക്കറിയാം 1.5 വർഷമായിട്ട് അമേരിക്കയിലാണ് ആള് അല്ലേ? 1.5 വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയിലാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ വരുമാനം ലക്ഷങ്ങളാണ്, 1 കോടിക്ക് മേലെയാണ് അദ്ദേഹത്തിന്റെ വരുമാനം. അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാറാനാണ് നമ്മളിപ്പോ ഇന്ന് ഇൻഡസ്ട്രി വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തുടക്കത്തിൽ കിട്ടുന്ന വരുമാനം നമ്മൾ നോക്കരുത്. തുടക്കത്തിൽ നമുക്ക് 500, 1000, 2000, 3000, 10,000, 50,000 ഒക്കെ ആഴ്ച കിട്ടും. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ ആ നെറ്റ്വർക്ക് റൺ ചെയ്യാൻ തുടങ്ങും. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏറ്റെടുക്കുക, ശക്തമായ ബിസിനസ് ഏറ്റെടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ എന്താ വെച്ചാല് ഇന്ന് വളരെ ഹാപ്പിയാണ് പറഞ്ഞു വന്ന് വിത്ത് ഫാമിലി ഞാൻ ഈ ബിസിനസ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഒരു 5 വർഷത്തോളം വരുന്ന അൾട്ടോ 800 സഞ്ചരിക്കുന്നത്. ആ വണ്ടി ഞാനിപ്പോ ഒരു 2 വർഷം കൊണ്ട്, അതായത് 24 മാസം കൊണ്ട് ഞാൻ 38,600 കിലോമീറ്റർ ഞാൻ ഓടി. ഇന്നലെ ഓടി അടക്കം. ഇന്നലെ പാലക്കാട് മണ്ണാർക്കാട് പോയിരുന്നു, വളാഞ്ചേരി പോയിരുന്നു. 38,600 കിലോമീറ്റർ ഞാൻ ഓടി ആ വണ്ടി. പക്ഷെ ആ വണ്ടി 1,00,000 കിലോമീറ്റർ ആവും. കാരണം ആ വണ്ടി എന്റെ കുടുംബാവശ്യം ഓടിയല്ല, എന്റെ ടീമിന് വേണ്ടി ഓടിയാ. എന്റെ ടീമിന് വേണ്ടി എല്ലാ വർക്കുകൾക്കും പോയി എന്റെ ടീം അംഗങ്ങളെ കാർഡ് കയറ്റി GTS പങ്കെടുപ്പിച്ച് പ്രോഗ്രാം പങ്കെടുപ്പിച്ച് ലീഡർമാരെ ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് ശക്തമായ ലീഡേഴ്സ് ഇന്ന് നമ്മുടെ ടീമിലുണ്ട്. അവരെ എന്റെ അച്ചീവ്മെന്റ് അവർക്ക് വേണ്ടി സമർപ്പിക്കുക കേട്ടോ. എന്റെ ZDC റാങ്ക് അവർക്കാണ് സമർപ്പിക്കുന്നത്. കാരണം എന്റെ കഴിവല്ല, ഇത് കൂടെ വന്ന ആളുകളെ കഴിവാണ്. നമുക്ക് കൂടെ വന്ന ആളുകളെ കൂടപ്പുറപ്പായിട്ട് കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ അത് മലേഷ്യൻ മാർക്കറ്റിംഗ് ഉള്ളൂ. ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും ആ മേഖലയിൽ വേറെ ആൾ വന്നാൽ അവൻ നശിച്ചു പോട്ടെ എന്ന് പറയാം അല്ലേ? ഒന്നും വേണ്ട, നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ചെറിയൊരു പെട്ടിക്കട തുടങ്ങിയാല് അപ്പുറത്ത് വേറെ പെട്ടിക്കട വന്നാല് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യൂല. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ കൂടെ വന്ന ആളുകൾ വിജയിപ്പിച്ചെങ്കിലേ നമുക്കൂടെ വിജയിക്കാൻ പറ്റുള്ളൂ. കൂടെ വന്ന ആളുകൾ വിജയിപ്പിച്ചെങ്കിലേ നമുക്കൂടെ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടെ വന്ന ആളുകളെ കൂടപ്പുറപ്പായിട്ട് കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എത്ര പേരുണ്ടാന്ന് നോക്കില്ലേ, 10, 300, 400 പേരുണ്ടാവും എന്നുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 100% നമ്മൾ കൂടെ വന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്തൊരു ബിസിനസ്സാണ്. എത്ര 400, 500 പേര് പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിലും
നിങ്ങൾ എല്ലാവരും ദൈവം സെലക്ട് ചെയ്ത ആളുകളാണ്. ദൈവം സെലക്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ എല്ലാവരും. എന്താ അറിയോ, ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും സാധിക്കൂല. നമ്മുടെ ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുകൂടെ നടക്കുന്നുണ്ട്, ആരും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടറിയോ, ഇത് ദൈവം സെലക്ട് ചെയ്ത ആളുകൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻജന്മ സുഹൃത്തം ചെയ്ത ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരാൻ തന്നെ പറ്റുള്ളൂ. മുൻജന്മ സുഹൃത്തം ചെയ്ത ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വരാൻ പറ്റുള്ളൂ. ഇത് നിർവശം നിങ്ങളെ കൂടുതൽ ആളുകൾ മുസ്ലിം സഹോദരങ്ങളാണുള്ളത്. നിങ്ങൾ പല ആളുകളും ഞാൻ നിങ്ങളെ ആളുകളുടെ ബിസിനസ് പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല, ഹലാല ഹറാമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയലുണ്ട്. പക്ഷെ അവ ഉമർ സാഹിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കലുണ്ട്. പക്ഷേ 100% പറയാം, ദൈവം സെലക്ട് ചെയ്ത ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടുള്ളൂ. ദൈവം സെലക്ട് ചെയ്ത ആളുകളെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. മണി മാനേജ്മെന്റ്, മാൻ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, അല്ലെ, മാനേജ്മെന്റ്. നമുക്ക് ആയിരക്കണക്കിന് ഒരു പക്ഷേ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വരും. അവരൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അവരൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ എന്ത് വേണം, മാൻ മാനേജ്മെന്റ് അവിടെ പഠിക്കും നമ്മൾ. മണി മാനേജ്മെന്റ് ഒക്കെ നമുക്കറിയാം. മണി മാനേജ്മെന്റ് അറിയാതെ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ പറ്റൂല. നമുക്കറിയാം, ഇവിടെ ലക്ഷങ്ങൾ ആഴ്ചയിൽ വരുമാനം കിട്ടും, കോടികൾ മാസങ്ങൾ വരുമാനം ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ആ രീതിയിലൊക്കെ വരുമാനം വാങ്ങുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്കറിയണം. അതിനാണ് നമുക്കിത് സ്ട്രഗിൾ. ഈ തുടക്കത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. STC RTC റാങ്ക് വരക്കുമ്പോൾ സ്ട്രഗിൾ ഉണ്ടാവും. കാരണം ബുദ്ധിമുട്ടാതെ ഏതൊരു മേഖലയിലും വിജയിക്കാൻ പറ്റൂല. ഏതൊരു വിജയത്തിന്റെ ബാക്കിലും പ്രതിസന്ധികളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഏത് കഷ്ടപ്പാടും അനുഭവിക്കാതെ ഒരു മേഖലയും രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ 3 പടലുള്ളൂ. ആദ്യം ഒന്ന് പെടും, അല്ലെ, പിന്നെ നമ്മൾ കഷ്ടപ്പെടും. ആ കഷ്ടപ്പാടുകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ പഠിച്ചാണ്ടല്ലോ 100% ഉറപ്പാണ് സക്സസ്. കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെടാൻ പഠിക്കണം. ഇവിടെ തുടക്കത്തിൽ സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ നമ്മൾ പേടിച്ചിട്ട് നമുക്ക് ബിസിനസ് ഇട്ട് പോയാൽ നമ്മളെ മക്കൾക്കാണ് നഷ്ടം. ആ സ്ട്രഗിൾ ആലോചിച്ച് നമ്മൾ ഈ ബിസിനസ് ഇട്ട് പോയാൽ നമ്മളെ മക്കൾക്കാണ് നഷ്ടം. അതുകൊണ്ട് സ്ട്രഗിളൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നേറുക. നമുക്ക് ഒരു കുന്ന്, ഒരു കയറ്റുണ്ടെങ്കിൽ അതിന് ഇറക്കുണ്ടാവും, ഇല്ലേ? ഒരു കയറ്റുണ്ടെങ്കിൽ അതിന് ഇറക്കം ഉണ്ടാവും. ഒരു എന്താ പറയുക, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവുകളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ഈ ബിസിനസ് ബന്ധപ്പെട്ട് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ അവിടെ പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവ് ഉള്ളത്. അതുപോലെ ശക്തമായി ചിന്തിക്കുക, ശക്തമായി വർക്ക് ചെയ്യുക എന്നുള്ള പറയാനുള്ളത്. എന്തായാലും ഇപ്പൊ സമയം ആയ സാറേ, 45 വരെ പോവാം, 10 മിനിറ്റൂടെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ശക്തമായി ഏറ്റെടുക്കുക എന്നുള്ള. ഞാൻ എന്തായാലും ഇന്ന് കംപ്ലീറ്റ് മുട്ടായി കച്ചവടം ഒഴിവാക്കി. കംപ്ലീറ്റ് മുട്ടായി കച്ചവടം, അത് 2 കൊട്ടവണ്ടിയും ഒരു 3-4 സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. കാരണം ആ മേഖലയിൽ നിന്നാല് നമുക്ക് ഉണ്ടാവുമ്പോഴേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഞാൻ ഏകദേശം നാളേക്ക് മുട്ടായി കച്ച് പോകാൻ പറ്റാതെ വന്നാലേ വരുമാനം കിട്ടൂല. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആട്ടോ. ഇന്ന് ഞാനില്ലെങ്കിലും നമുക്ക് നമ്മുടെ ടീം റൺ ചെയ്യും. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണ്ടോ. നമ്മൾ മൈ ലൈഫിൽ വന്നത് വരുമാനം കിട്ടുന്നില്ല, മൈ ലൈഫിൽ വന്നത് ഏത് വരുമാനം കിട്ടുന്നില്ല, മൈ ലൈഫിൽ ഐഡിയ ഉണ്ടായിട്ടും വരുമാനം കിട്ടില്ല. സിസ്റ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. സിസ്റ്റത്തോടൊപ്പം ചേർന്ന് നിന്നാൽ 100% ഉറപ്പാണ് സക്സസ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ്. ആ പ്രോഗ്രാമുകളോട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും. നമുക്ക് നല്ല രീതിയിൽ വളരണം. ഇപ്പൊ GTS പോകുമ്പോൾ സമയത്ത് നമ്മൾ മാത്രം പോയിട്ട് കാര്യമില്ല. GTS ഒരു പക്ഷെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ആയിരക്കണക്കിന് ആളുകൾ, 100 കണക്കിന് ആളുകൾ GTS ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് നേട്ടമില്ല. പക്ഷെ നമ്മളെ ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും എത്ര ആളുകൾ ഉണ്ട് നോക്കണം. നമ്മുടെ ടീമിൽ നിന്ന് എത്ര ആളുകൾ ആ GTS പ്രോഗ്രാം പങ്കെടുത്തു, അതാണ് നമ്മുടെ സക്സസ്. ആ GTS പ്രോഗ്രാം 1000-ഓ 10,000-ഓ പങ്കെടുത്തു ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് എത്ര ആളുകൾ ഉണ്ട് നോക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാ GTS പ്രോഗ്രാമും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പങ്കെടുക്കുക എന്നില്ല. ഇന്ന് 8ഓളം RTPകൾ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. 8 RTPകൾ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. ഇപ്പൊ RTP ഞങ്ങളുടെ ടീം 5000 റുപ്യ. ആ 5000 ഫീസ് കൊടുത്ത് 8 RTPകൾ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒരു RTP കേട്ടാൽ പോലെയല്ലേ. ഇനി RTP ഞാൻ പങ്കെടുക്കും. അതുമാതിരി ഒറ്റ പ്രോഗ്രാം അവോയ്ഡ് ചെയ്യരുത്, എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ തിരുവനന്തപുരം എന്ന് ബോർഡ് വെച്ച ബസ് കയറിയാല് സ്റ്റാൻഡിൽ നിൽക്കുന്ന വണ്ടിയിൽ തിരുവനന്തപുരം എന്ന് ബോർഡ് വെച്ച ബസ് കയറിയാൽ നമുക്കും തിരുവനന്തപുരം എത്താൻ പറ്റും. അത് തിരുവനന്തപുരത്ത് ടിക്കറ്റ് ഒന്നും കാര്യമില്ല, അതിന് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയാൽ പോയി കാര്യം കേട്ടോ. ആ ബസ്സിൽ ഉണ്ടാവണമെന്നില്ല. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ സക്സസ് ആകാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആയിക്കോട്ടെ പള്ളിയിലെ ഒരു നേർച്ച ചോറ് നമുക്കറിയാം, നേർച്ചക്ക് ചോറ് കൊടുക്കൂലേ. നേർച്ച ചോറ് കൊടുക്കാൻ സമയത്ത് വരി ഉണ്ടാവും ചിലപ്പോ. ആ വരിയിൽ പക്ഷെ ഒരുപാട് പേര് നമ്മൾ ഏറ്റവും ബേക്കിലാവും ചിലപ്പോൾ നിൽക്കണ്ടാവുക ആ വരിയിൽ, അല്ലേ.
പക്ഷെ ആ വരിയിൽ തിരക്ക് പേടിച്ച് നമ്മളൊന്ന് മാറി നിന്നാലോ ചോറ് കിട്ടുമോ? ഇല്ല. പക്ഷെ ആ വരിയിൽ നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മുന്നിലെത്തും, ഒന്നാമത് നമ്മൾ എത്തും. പക്ഷെ ആ വരിയിൽ ഉണ്ടാവണമെന്നില്ല. ആ ലൈനിൽ അവിടെ ഉണ്ടെങ്കിൽ ചോറ് നമുക്കും കിട്ടും. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉണ്ടെങ്കിൽ ടീമിനോടൊപ്പം ലീഡേഴ്സിനൊപ്പം പറയുന്ന കാര്യം കട്ടൊക്കെ ചെയ്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് 2,10,000 ഉറുപ്പല്ല, കോടികൾ വരുമാനം ഉണ്ടാക്കാൻ അവിടെ പറ്റും. അത് നമ്മൾ ലീഡേഴ്സ് വാങ്ങുന്ന ലീഡേഴ്സ് നമുക്ക് മുന്നിലുണ്ട്. ഞങ്ങൾ ഗ്രേഡ് ലീഡർ MS സാർ ഇന്ന് ഇതിലൂടെ മാസങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ ഞാൻ പറയില്ലേ ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വന്ന് അദ്ദേഹം 2 പെൺകുട്ടികളെ പറഞ്ഞ കാര്യമായിരുന്നു, നിങ്ങൾ മക്കളെ കാരണം ചാടി പോകരുത് എന്നത്. കല്യാണം കഴിച്ചു വിടാൻ അവസരം തരണം. ഏത് ഇതിലൂടെ വന്ന് വരുമാനം കിട്ടുമെന്ന് മനസ്സിലാക്കില്ല. ആ സമയത്താ പറയണേ മക്കളെ കല്യാണത്തിന്റെ അന്ന് ഏതെങ്കിലും ജ്വല്ലറി കയറ്റും, രാവിലെ മുതൽ വൈകുന്നേരം വരെ പർച്ചേസ് ചെയ്യാം. എന്തേ പച്ചക്കറിയുടെ സ്വർണം. മക്കൾ പറഞ്ഞോ പക്ഷെ ഞങ്ങളെ കല്യാണത്തിന് അങ്ങനൊന്നും വേണ്ട, ഞങ്ങളെ കല്യാണത്തിന് പാവപ്പെട്ട 10 പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ മതി. ഓക്കെ 10 അല്ല 11 പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആ മകളെ കല്യാണം കഴിഞ്ഞിട്ടോ, കല്യാണത്തിന് ഞാൻ പോയിരുന്നു. മൂപ്പര അന്ന് തുടക്കത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്, മകളെ കല്യാണം കൊച്ചി അഡ്രസ് വെച്ച് നടത്തും, കിലോ കണക്കിന് സ്വർണം കൊടുക്കുന്നൊക്കെ. പക്ഷെ ഇന്നിപ്പോ ആ കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. എന്താ കല്യാണത്തിന് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൽ പങ്കെടുക്കാൻ. അതായത് ഇപ്പൊ MS പ്രസാദ് സാറിന് ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. MS പ്രസാദ് സാറിന് ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടി കല്യാണത്തിന് വിളിച്ചാൽ കൊച്ചി നഗരാകെ ബ്ലോക്കാവും. അതൊരു മുപ്പരെ ക്രൈറ്റീരിയ വെച്ചാൽ DTC ലീഡേഴ്സിന് ആ കല്യാണത്തിൽ പങ്കെടുക്കാന്ന്. ഞാൻ അന്ന് DTC ആയിരുന്നു. എന്തായാലും ആ കല്യാണത്തിൽ കൊച്ചി അഡ്രസ്സിലേക്ക് ഞാനും എൻ്റെ സഹോദരൻ ദേവദാസ് സാറും ഇവിടുന്ന് പോയിരുന്നു, മലപ്പുറത്ത് പോയിരുന്നു. ആ കല്യാണത്തിന് പോയ സമയത്ത് കണ്ട കാഴ്ചയാണ്, നുണ പറയല്ല, അദ്ദേഹം മകൾക്ക് കൊടുത്ത 3.25 കിലോ സ്വർണ്ണ. ഒരു സാധാരണക്കാരന്റെ വ്യക്തി ഈ ഇൻഡസ്ട്രിയിലൂടെ കടന്നു വന്ന് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കി മകളെ കെട്ടിച്ചു വിട്ടത് 3.25 കിലോ സ്വർണം. ചെക്കന് സമ്മാനമായിട്ട് മേഴ്സീസ് ബെൻസ് 1 കോടി വില വണ്ടി. ആ ലെവലിലേക്ക് മാറാൻ പറ്റും. മാറാൻ പറ്റുന്ന നമ്മൾ നേർക്കാഴ്ചയാണ്. അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ഇൻസ്പയർ ചെയ്യാണ് നമ്മൾ ബിസിനസ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഷാജി സാറിന്ന് കയറ്റുന്ന വീട് 10,000 സ്ക്വയർ ഫീറ്റാ. ഇത് വെറുതെ വരല്ല, നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ എൻ്റെ ടീമിനും കൊണ്ട് അത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ടീം ശക്തമായി ബിസിനസ് ചെയ്യാനുള്ള ആവേശം അവർക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ലീഡേഴ്സിനെ വിശ്വസിക്കുക, കമ്പനിനെ വിശ്വസിക്കുക, അതുമാതിരി പ്രൊഡക്റ്റിനെ വിശ്വസിക്കുക. അതൊക്കെ വിശ്വസിച്ചാലും 50% നമുക്ക് ആവുള്ളൂ. പക്ഷെ ബാക്കി 50% നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി സക്സസ് ആകാൻ പറ്റുള്ളൂ. 100% വിശ്വസിക്കുക. എന്തായാലും ഇതിലേക്ക് എന്നെ ക്ഷണിച്ച 43 ആയില്ലേ സാറേ, ഈ ഒരു നിങ്ങളെ സൂം മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഉമ്മർ സാദിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്.